ഇപ്പോൾ ഒരു സിനിമ റിലീസാവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് കാണാൻ കിട്ടുന്ന അല്ലെങ്കിൽ കേൾക്കാൻ കിട്ടുന്ന അതിലെ പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടീസർ ഇതൊക്കെ കണ്ടിട്ടാണ് പ്രേക്ഷകർ ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന് തന്നെ വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിൽ കൂടി എപ്പോഴെങ്കിലുമൊക്കെ വിചാരിച്ചത്ര റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഒരു ടീസർ കണ്ടിട്ട് അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കാം, ഈ സമയം ഇവരൊന്നും ടീസർ കണ്ടില്ലേ എന്നിട്ട് എന്തെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും ഒരു നിരാശ തോന്നിയിട്ടുണ്ടോ? നമ്മൾ വിചാരിച്ച പോലെ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലല്ലോ, ഇതല്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്. ചില സമയത്തൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, ചില സമയത്തൊക്കെ അങ്ങനെ തോന്നാറൊക്കെ ഉണ്ട്. കാര്യം വിചാരിച്ചത്ര റെസ്പോൺസ് കിട്ടില്ലല്ലോ, ചില സമയത്ത് നേരെ തിരിച്ച് വിചാരിച്ചതിനേക്കാൾ റെസ്പോൺസ് കിട്ടിയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. ആത്യന്തികമായിട്ട് സിനിമ ഇറങ്ങുമ്പോൾ സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാർ, സിനിമയുടെ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ടീസേഴ്സ് തന്നെയാണ് ഈ പറയുന്ന എല്ലാം. അവർ സിനിമ കണ്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ കണ്ടതിൻ്റെ റിവ്യൂ വെച്ചിട്ട് ഇപ്പോൾ മോശമായിട്ട് ഒരാൾ റിവ്യൂ എഴുതി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ കണ്ട അയാളുടെ അഭിപ്രായം ഇങ്ങനെയാണ് സിനിമയെക്കുറിച്ച് എന്നുള്ളപ്പോൾ ആ ഒരു ട്രെൻഡ് ശരിക്കും മാറണ്ടേ? നിങ്ങൾ നേരിട്ട് പോയി സിനിമ കണ്ടിട്ട് തീരുമാനിക്കും. ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ടോവിനോ സിനിമ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കില്ല, ഓരോരുത്തരും യുണീക്ക് അല്ലേ, ഓരോരുത്തർക്കും യുണീക്ക് ടേസ്റ്റും ഉണ്ടാവും. സത്യസന്ധമായിട്ട് ഒരാൾ പറയുകയാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞാലും നമ്മൾ ചെയ്ത എല്ലാവരും ചെയ്ത എഫേർട്ട് വേർത്താണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മോശം അഭിപ്രായങ്ങളാണ് എല്ലാവരും കൂടുതലും പ്രചരിപ്പിക്കുക. 100 പേര് മോശം എന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഒരാൾ സത്യസന്ധമായിട്ട് പറയാണ്, ഒട്ടും ബയാസ്ഡ് അല്ലാതെ ആത്മാർത്ഥമായിട്ട് പറയണം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളൊരു സിനിമയാണത്. അതുകൊണ്ടാണത്. എല്ലാ സിനിമയും എല്ലാ തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഇത് അങ്ങനെ കുറച്ചും കൂടെ ഓടേണ്ട സിനിമയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും കുറേ സിനിമകൾ തോന്നിയിട്ടുണ്ട്. ഒരു സിനിമയുടെ പേര് പറയാം. ഗപ്പി. എല്ലാ ഇന്റർവ്യൂവിലും അതെടുത്ത് പറയാറുണ്ട് ടോവിനോ. ആ സിനിമയും ഇതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പേര് മോശം അഭിപ്രായം ആ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ടാണ്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഗപ്പിക്ക് ഒരുപാട് മോശം റിവ്യൂസ് ഒക്കെ വന്നത്. അങ്ങനെയൊന്നുമല്ല. കണ്ടു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നല്ലതാണോ മോശമാണോ എന്ന്. പക്ഷെ ഇപ്പൊ പിന്നെയും ഗപ്പി ഇറങ്ങിയ സമയത്തിനേക്കാളും ഇപ്പൊ പിന്നെയും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കുറച്ചും കൂടെ ആൾക്കാർ കണ്ടന്റ് നോക്കി സിനിമ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ല റിവ്യൂസ് ഒക്കെ അല്ല സിനിമയുടെ എന്താണ് അതിന്റെ ഒരു ഉള്ളടക്കം എന്നൊക്കെ പോയി വായിച്ച് ഇപ്പോൾ ഒരുപാട് അനലൈസ് ഒക്കെ ചെയ്തിട്ടാണ് ആൾക്കാർ ഇപ്പോൾ സിനിമ കാണാൻ പോകുന്നത്. വെറും ഒരു എന്റർടൈൻമെന്റ് എന്നല്ലാതെ അല്ല, ഒരു പുസ്തകത്തിന്റെ പുറകിൽ അതിന്റെ റിവ്യൂ വായിക്കുന്നത് അതുപോലെ റിവ്യൂസിനെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ മാർക്ക് നോക്കുന്നത് അത് ഇത്തിരി മോശം കാര്യം തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഇത്ര ബിസി ഷെഡ്യൂളുകളാണ്, ഷൂട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതല്ലാത്ത സമയത്താണെങ്കിലും സ്ക്രിപ്റ്റ് കേൾക്കുന്ന തിരക്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇറങ്ങുന്ന സിനിമകളിൽ ഒരു 50% സിനിമകളെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട്. മോർ ദാൻ ദാറ്റ് പരമാവധി എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ട്. കാര്യം എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കൊരു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ടോവിനോ. അതിപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഭയങ്കര ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഞാൻ മരിച്ച് വർക്കൗട്ട് ചെയ്തോളാം. അതാണോ? ഇത് രണ്ടുമല്ലേ. ചില സമയത്ത് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. ക്രേവിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എപ്പോഴും വർക്കൗട്ട് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയെന്നും വരില്ല. പക്ഷെ നമ്മൾ ഔട്ട് ഓഫ് ഷേപ്പ് ആയി എന്ന് തോന്നുന്ന മൊമെന്റിൽ നമ്മൾ പിടിക്കും. ഒരു സിനിമയ്ക്ക് വേണ്ടി ഔട്ട് ഓഫ് ഷേപ്പ് ആവേണ്ടി വന്നാലോ? ആവും. സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കല്ലേ. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചുള്ള ആലോചിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്റെ 6 പാക്ക് അവിടെ തന്നെ ഇല്ലേ എന്ന് നോക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ ഹെൽത്ത് എന്ന് പറയുന്നതിനെ കാണുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് നല്ല നല്ല സാധനങ്ങളായിരിക്കണം. ഞാനിപ്പോഴും കരുതുന്നത് എനിക്കിപ്പോൾ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുമുണ്ട്. ഇതിന്റെ അർത്ഥം ഞാൻ ഫിറ്റ് ആണെന്നാണ്. ഔട്ട് ഓഫ് ഷേപ്പ് ആവാതെ നോക്കുക. പിന്നെ പണ്ട് മുതലേ കുറച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്. അത് അത്യാവശ്യം ട്രിക്കുകളൊക്കെ അറിയാം. ട്രിക്കുകളല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ എണ്ണയിൽ വറുത്തൊക്കെ കാണുമ്പോൾ ഒരുപാട് കഴിക്കാൻ തോന്നില്ല. കഴിക്കും, പക്ഷെ ചെറിയ കുറ്റബോധമൊക്കെ അടിച്ച് ചിലപ്പോൾ നമ്മൾ ഒരു കഷ്ണം എടുത്ത കഷ്ണമൊക്കെ തിരിച്ചു വെക്കും, വേണ്ട എന്നൊക്കെ. എന്നാൽ ഹെൽത്തി എന്ന് തോന്നുന്ന സാധനങ്ങൾ ഒരുപാട് കഴിക്കുകയും ചെയ്യും. എന്നാൽ ചില സമയത്ത് ക്രേവിങ് വരുമ്പോൾ ഒന്നും നോക്കാതെ ഈ വറുത്തതോ പൊരിച്ചതോ മധുരമോ എന്നൊന്നും നോക്കാതെ കഴിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ കഴിക്കില്ല. അപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും വന്നിട്ടില്ല, ഒരു കഥാപാത്രം വന്നിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് വണ്ണം വെക്കണം ടോവിനോ, അങ്ങനത്തെ ഒരു നമ്മുടെ കഥാപാത്രം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ ഫിറ്റ് ലുക്കേ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സിനിമ വെർത്താണെങ്കിൽ ആ ലുക്കിന് കമ്മിറ്റ്മെന്റുകളെ ബാധിക്കൊന്നും കൂടെ ഇല്ലെങ്കിൽ അത് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കും? സന്തോഷത്തോടെ, ആർത്തിയോടെ? എന്തും. എനിക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. മധുരവും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
അപ്പോൾ ഞാൻ എന്താണ് ആശംസിക്കേണ്ടത്? അങ്ങനത്തെ റോൾ ഉടനെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കണം. അത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് തിരിച്ച് അതില്ലാത്തൊരു വേഷത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലുള്ള ഡൗട്ടുള്ളൂ. അപ്പോൾ അമീർ ഖാന്റെ ഡങ്കൽ സിനിമ ഉണ്ടാ മതി, അതിനകത്ത് മേക്കിംഗ് വീഡിയോ കണ്ടാൽ മതി. ആ പുള്ളിക്ക് പറ്റും, അത് പുള്ളി തെളിയിച്ചല്ലോ, നമുക്കത് പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? വേണമെങ്കിൽ ഈ പ്രായത്തിലൊക്കെ അത് ചെയ്യാം. പുള്ളി ആ പ്രായത്തിലൊക്കെ ചെയ്ത് ഞാൻ കാണുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പ്രായത്തിൽ ചിലപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെങ്കിൽ ചെയ്യാം.